ശരി, അതുവിടെ. നീ ഇവിടെ രാവിലെ തന്നെ പോയത്? അതൊന്നുമില്ലടി, രാവിലെ എണീച്ച സമയത്തുണ്ടല്ലോ മനസ്സിന് വല്ലാണ്ടൊരു വിഷമം പോലെ. അതുകൊണ്ട് ടെമ്പിൾ വരെ പോയിട്ട് വരാന്ന് വിചാരിച്ചു. അങ്ങനെ രാവിലെ തന്നെ എണീറ്റ് ടെമ്പിളിലൊക്കെ പോയിട്ട് തൊയ്തിട്ടൊക്കെ വന്നതാ. ഓ അങ്ങനെ, അത് ശരി. ഞാൻ രാവിലെ എണീച്ച് നോക്കുന്ന സമയത്ത് നിന്നെ കാണുന്നില്ല. എനിക്ക് ആകെ പേടിയായില്ലേ. ഞാൻ വിചാരിച്ചു നീ വല്ല പയ്യനും കൂടെ ഒളിച്ചോടി പോയോന്ന്. പറയാൻ പറ്റില്ലല്ലോ, മനുഷ്യന്മാരുടെ അവസ്ഥയല്ലേ. എപ്പോഴാ എങ്ങനെയാ എന്താ സംഭവിക്കാന്ന് പറയാൻ പറ്റില്ലല്ലോ. രാവിലെ തന്നെ തുടങ്ങിയില്ല നീ. അല്ല, നീ പറയാണ്ട് പോയതല്ലേ, അപ്പൊ എനിക്കെന്ത് വിചാരിക്കാലോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ വിചാരിച്ച്. രാവിലെ ഞാൻ എണീക്കുന്ന സമയത്ത് നല്ല ഉറക്കായിരുന്നു, അതുകൊണ്ട് നിന്നെ വിളിച്ചില്ല ഞാൻ. അല്ലെങ്കിൽ നിന്നെ വിളിച്ചിട്ട് വരായിരുന്നു. ആ ശരി ശരി, നമ്മളിവിടെ നിന്നിട്ട് മിണ്ടിയിട്ട് സമയം കളയുന്നതിന് വാ അകത്തോട്ട് പോവാം. അതാ നമുക്ക് രണ്ടാൾക്കും നല്ലത്. എടി നീ ഓഫീസിലേക്ക് ചെല്ലേ, ഞാൻ ഈ മാനേജറെ കണ്ടിട്ട് വരാം. ശരി മോളെ, നിന്റെ കാര്യം നടക്കട്ടെ. അയ്യോ, മാനേജർ ഇവിടെ ഇല്ലല്ലോ. ഇനിയിപ്പോ അത് അങ്ങേരെ ഇവിടെ പോയി കാണാം. എന്തുവാ ശ്രീലക്ഷ്മി രാവിലെ തന്നെ എന്റെ ഓഫീസിന് മുമ്പിൽ? സർ, ഞാൻ സാറിനോട് ഒരാഴ്ച ലീവ് വേണമെന്ന് ചോദിച്ചിരുന്നില്ലേ സർ, അതിന്റെ കാര്യം എന്തായെന്ന് അറിയാൻ വേണ്ടിട്ട് വന്നതാ. ശ്രീലക്ഷ്മി, നീ ലീവ് ചോദിച്ചായിരുന്നല്ലേ? അത് ശരി. പിന്നെ ലീവിന്റെ കാര്യം ഒരാഴ്ച എടുക്കാൻ പറ്റില്ല കേട്ടോ. എന്താന്ന് പറഞ്ഞാലേ നമുക്ക് പുതിയൊരു വർക്ക് ഉണ്ട്. അപ്പോൾ അതിനിപ്പോൾ ഇവിടുത്തെ എല്ലാവരും പോകണം. നീ ലീവ് എടുത്താൽ നീ ഒരാളവിടെ ലീവാന്നില്ലേ, പിന്നെ നമുക്കത് വലിയൊരു നഷ്ടമായിട്ട് മാറും. അതുകൊണ്ടൊരു 5 days ലീവ് എടുത്തോ. ഓക്കെ സർ, എനിക്ക് 7 days എന്തായാലും വേണം സർ. ഓക്കെ, ഞാൻ ചെയർമാനോട് സംസാരിക്കട്ടെ. കേട്ടല്ലോ, ഞാൻ ചെയർമാനോട് പറയുമ്പോൾ ചോദിച്ചായിരുന്നു. അപ്പോൾ ചെയർമാൻ തന്നെയാണ് പറഞ്ഞത്. ഇപ്പോൾ നീ ഇപ്പോൾ ലീവ് എടുത്താൽ ശരിയാവില്ല കേട്ടോ. എന്താന്ന് പറഞ്ഞാലേ ഇനിയിപ്പോൾ പുതിയൊരു പ്രോജക്റ്റിൻ്റെ വർക്കായിട്ട് നമുക്ക് ഫീൽഡിലേക്ക് പോകാനുണ്ട്. അങ്ങനെയാകുമ്പോൾ പിന്നെ നിന്നെ ഫീൽഡിൽ ഇട്ടിട്ടുണ്ട്. ആ പുതിയ പ്രോജക്റ്റ് വർക്കിൽ നിന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നീ എന്തായാലും വേണം. ഓക്കെ സർ. ശരി എന്നാൽ. പിന്നെ നിന്റെ ടേബിളിൽ 2 ഫയൽ വെച്ചിട്ടുണ്ട്, അത് പെട്ടെന്ന് തീർത്തിട്ട് കൊണ്ടുവന്ന് കാണിക്കട്ടാ. ശരി സർ. അല്ല, ഇവളെന്തിനായിരിക്കും എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോപ്പാ? പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ അവൾ എന്നോട് ഇങ്ങോട്ട് വരാൻ പറയില്ലായിരുന്നല്ലോ. നോക്കി നടന്നൂടെ? അയ്യോ സോറി, നിങ്ങളായിരുന്നോ? സോറി മാം, ഞാൻ പെട്ടെന്ന് വരുമ്പോൾ നിങ്ങളെ കണ്ടില്ലായിരുന്നു. സോറി. സാരില്ല, കുഴപ്പമില്ല. മാമിനെ കൊണ്ടായിരുന്നോ? ഐ എം സോറി മാം. ഇല്ല, കുഴപ്പമില്ല. ഇയാൾക്ക് ഓർമ്മയില്ലേ? കണ്ട പരിചയം പോലും കാണിക്കുന്നില്ലല്ലോ. ഓർമ്മയില്ലായിരിക്കും.